മുഅ്മിനുകളെ വഴിതെറ്റിയവരെന്നും മുശ്രിക്കുകളെ നല്ല മാർഗത്തിലാണെന്നും പറയുക. ഇത് മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചില മുനാഫിക്കുകൾ ഏത് കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇക്കാലത്തും മുസ്ലിമീങ്ങളുടെ മാർഗം അവന് പുച്ഛമാണ്, അവനതിനോട് അവമതിപ്പാണ്, അതിനോട് തീരെ വിലയില്ല. കാഫറുകൾ അവൻ പുകഴ്ത്തി സംസാരിക്കും, അവന് മതിപ്പാണ്. അവരുടെ അടയാളങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ ചിഹ്നങ്ങളൊക്കെയാണ് അവന് മതിപ്പ്. മുസ്ലിമാണെന്ന് പരസ്യമായി അറിയപ്പെടാൻ പോലും അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ രീതിയൊന്നും അവന് പൊതുസമൂഹത്തിൽ സ്വീകരിക്കാൻ മടി. ഇസ്ലാമിന്റെ ഇസ്സത്ത് അവൻ കാണുന്നില്ല. ഇസ്സത്ത് അവൻ അപ്പുറത്താണ് കാണുന്നത്. കൈമാനിൽ വളരെ കാര്യമായ തകരാറാണ്, വളരെ വലിയ തകരാറാണ്. നഊദു ബില്ലാഹ് എത്ര മുസ്ലിങ്ങളെയാണ് ഇന്ന് നമ്മൾ ഈ അവസ്ഥയിൽ കാണുന്നത്. അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവൃത്തികളിലൊക്കെ ഇസ്ലാമിന് അവർ വില കുറച്ച്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനോട് അവന് മതിപ്പില്ല. ആ ദീനിലെ വല്ല കാര്യവും തുറന്ന് ആണത്തത്തോടെ പറയാൻ അവന് മടിയാണ്, ലജ്ജയാണ്, അല്ലെങ്കിൽ പേടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് അവന് ഇസ്സത്ത് തോന്നുന്നില്ല. ഇത് വളരെ കടുത്ത രോഗമാണ്. അള്ളാഹുവിന്റെ ദീനാണ് ഹഖ്, ആകാശഭൂമികളുടെ റബ്ബ് അവതരിപ്പിച്ച ദീൻ. ആ ദീൻ വിജയിക്കും, നാളെ ആ ദീനിലുള്ളതാണ്. ആ ദീനിന്റെ ആളുകളുടേതാണ് ലോകം ഇൻഷാ അള്ളാഹ്. സംശയമില്ല, അവരുടേതായിരുന്നു, ഇനിയും ആയിക്കൊണ്ടിരിക്കും ഇൻഷാ അള്ളാഹ്. ഇസ്സത്തിന്റെ കാലം മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിമഹത്തായ ഇസ്സത്തിന്റെ കാലം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയുമോ ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഖലീഫയായിരുന്നു, മുസ്ലിം ഉമ്മത്തിലെ ഖലീഫയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ പോലെയുള്ള ഉലമാക്കളൊക്കെ ജീവിച്ചിരുന്ന ഇമാം മാലിക്കൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഖലീഫയായിരുന്നു ഹാറൂൻ റഷീദ്. ബഗ്ദാദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം. അറിയുമോ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എത്രയാണെന്ന്? ചരിത്രത്തിൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു മേഘം ഇങ്ങനെ പോകുന്നു. അപ്പൊ മേഘത്തെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്രേ, പോയിക്കോ, പോയാലും എൻ്റെ അധികാരപരിധി വിട്ടുപോകില്ല. കാരണം എന്താ? ഇത്രയും വിശാലമാണ് മുസ്ലിം ഉമ്മത്തിന്റെ മിൽക്ക് ഇത്രയും വിശാലമായിരുന്നു. നിങ്ങൾക്കറിയുമോ വളരെ ദൂരെ യൂറോപ്പിൽ ഒരു നാട് ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം കീഴടക്കി. അപ്പോ അവസാനം ആ നാട്ടിലെ ഒരു പെണ്ണായ ഒരു ഭരണാധികാരി സുൽഹുണ്ടാക്കി. ഞങ്ങൾ ഇത്ര ഒരു വർഷം കപ്പം നിങ്ങൾക്ക് തരാം, അതുകൊണ്ട് അതിനു പകരം ഞങ്ങളിവിടെ നിൽക്കാൻ അനുവദിക്കണം, നസ്രാനിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ ദൂരെയായിരുന്നു ആ നാട്. അപ്പൊ അവിടെ അങ്ങോട്ട് ചെന്ന് ഭരണം നടത്തുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെ കപ്പം വാങ്ങി മുസ്ലിമീങ്ങൾക്ക് കപ്പം കൊടുത്തിട്ട് അവർ കഴിയുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വർഷാവർഷം നികുതി കൊടുത്ത് ഈ നസ്രാനിയത്തായ ഭരണാധികാരിയും ആ പെണ്ണും അവളുടെ നാടും കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ കലാപമുണ്ടായി. വേറൊരുത്തൻ ഈ പെണ്ണിനെ താഴെ ഇറക്കി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നിട്ട് ഇവൻ ഹാറൂൻ റഷീദിന് കത്തെഴുതുകയാണ്. എന്താണ് കത്തെഴുതിയത്? ഇവൻ കത്തെഴുതി, ഇതാ നിനക്ക് ഹാറൂൻ റഷീദ് ഇലാ മലിക്കിൽ അറബികളുടെ രാജാവിനാണ് കത്ത്. നിങ്ങൾക്ക് കപ്പം തന്നിരുന്ന അവൾ ഭരണത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഭരണാധികാരി ഞാനാണ്, രാജാവ് ഞാനാണ്. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ താങ്കൾ മനസ്സിലാക്കുക, ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് നികുതി തരൂല. മാത്രല്ല, ഈ കത്ത് കിട്ടിയ ഉടനെ ഇതുവരെ തന്ന നികുതി ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കണം എന്നാണ് കത്ത്. ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ മജ്ലിസിലായിരിക്കെ ആണ് ഈ കത്ത് വന്നതെന്നാണ്. ഈ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹത്തിന് കൂടെയുള്ളവർ പറയുന്നത് ഗളബ ഗൾബൻ ശദീദ, കടുത്ത ദേഷ്യം ഉണ്ടായി അദ്ദേഹത്തിന്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ കത്ത് തിരിച്ചു വെച്ചു. അതിന്റെ പിൻഭാഗത്ത് അദ്ദേഹം എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിൻ ഹാറൂൻ അമീറുൽ മുഅ്മിനീൻ ഇലാ കൽബിർ റൂം. ഇതിനുള്ള മറുപടി നീ വായിക്കുകയില്ല, നീ കേൾക്കില്ല, നീ കണ്ടറിയും എന്ന് പറഞ്ഞിട്ട് കത്തും അയച്ചു. അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവനെ കാര്യമായ പാഠം ഹാറൂൻ റഷീദ് യുദ്ധം ചെയ്ത് പഠിപ്പിച്ചു. വീണ്ടും മുസ്ലിം ഉമ്മത്തിന് കീഴിൽ ആ നാട് തിരിച്ചു വന്നു. ഇങ്ങനത്തെ കാലം മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് തിരിച്ചു വരും ഇതിനേക്കാളും ഇസ്സത്തിൽ.
അന്ന് ഇസ്ലാമിലെ ഇസ്സത്ത് കാണാത്ത ആളുകൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇസ്ലാമിൽ താൽക്കാലികമായ അള്ളാഹുവിൻ്റെ ദീനിന് അതിൻ്റെ ആളുകൾക്കുണ്ടായ താൽക്കാലികമായ അവരുടെ പരാജയങ്ങൾ, അതിൽ മുസ്ലിം വഞ്ചിതനാവരുത്. അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ ആളുകൾ അവർ വിജയിക്കും, സംശയമില്ല. വൽആഖിബത്തു ലിൽ മുത്തഖീൻ കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറസുലി. അള്ളാഹു എഴുതി വെച്ച കാര്യമാണ്. അവൻ വിജയിക്കും, അവൻ്റെ ദീൻ വിജയിക്കും, അവൻ്റെ റസൂലുകൾ വിജയിക്കും, അവരുടെ പിൻഗാമികൾ വിജയിക്കും എന്നുള്ളത്. മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പഠിച്ച ആളുകൾക്ക്, ദീൻ പഠിച്ചിട്ടില്ലെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രമെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ദീനിൽ ഇസ്സത്തുള്ളവരായിരിക്കും അവർ, സംശയമില്ല. ദീനൊന്നും പഠിച്ചിട്ടില്ല, പിന്നെന്തേ പഠിച്ചിട്ടുള്ളൂ? ഇസ്ലാമിക ചരിത്രം ഒരാൾ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് താനൊരു മുസ്ലിമാണെന്നോർത്ത് ഇസ്സത്ത് ഉണ്ടാവും, സംശയമല്ല. ഇത് രണ്ടുമില്ലാത്ത പടുജാഹിലുകളാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ഇകഴ്ത്തി സംസാരിക്കുന്നത്.